ഗാനരചയിതാവ് കൂടിയായ സംവിധായകൻ എന്ന നിലയിൽ ഞാൻ പാട്ടുകൾ ഏറ്റവും കുറച്ച ഒരു പടമാണ് മുന്നേറ്റം. മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ താരം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യത്തെ പടം. അപ്പോൾ ആ പടത്തിൽ രസകരമായ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത മമ്മൂട്ടിയുടെ പാട്ടാണ് അത്. വളകിലിക്കും ഒരു വളകിലിക്കും പൂമുഖവാതിലൊരു പൂമണം. അപ്പോൾ ഈ പാട്ട് നമ്മൾ യേശു അമേരിക്കയിലാണ്. അപ്പോൾ യേശുദാസിനോട് പറഞ്ഞു, ഉണ്ണിമേനോൻ എന്നൊരു പാട്ട് പയ്യൻ നമ്മുടെ തരങ്ങളിലുണ്ട്, അവൻ ട്രാക്ക് പാടും, ഞാൻ വന്ന് മിക്സ് ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ഉണ്ണിമേനോനാണ് ഈ വളകിലിക്കം എന്നുള്ള പാട്ട് പിന്നെ ട്രാക്ക് പാടിയത്. പാടി ചേരാവ് ഉണ്ണിമേനും കൂടെ പാടി. അങ്ങനെ പടം റിലീസ് ചെയ്യേണ്ട സമയം എടുത്തു. പക്ഷേ യേശു വരാൻ പറ്റില്ല. ഞാൻ കുമാർ സാറിന് പറഞ്ഞു അതിനെടുത്ത് കൊടുക്കുക, അത് മതി. അങ്ങനെയാണ് ഉണ്ണിമേനന് എൻ്റെ ശബ്ദം അവിടെ പോകുന്നത്. വളക്കിലുക്കം ഒരു വളക്കിലുക്കം, വളക്കിലുക്കം ഒരു വളക്കിലുക്കം, പൂമണിവാതിലൊരു തേന്മണം, പൂമണിവാതിലൊരു തേന്മണം, തേന്മണം. ശ്രീ മമ്മൂട്ടിയെയും ഉണ്ണിമേനോനെ കുറിച്ച് പറയുമ്പോൾ, ഈ മുന്നേറ്റം എന്ന ചിത്രം അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. മിന്നൽ പോലെ മിന്നി മാറി ഒരു മുഖം, മഴവില്ലിലെ നിറങ്ങളേഴു കണ്ടല്ലോ. മിന്നൽ പോലെ മിന്നി മാറി ഒരു മുഖം, മഴവില്ലിലെ നിറങ്ങളേഴു കണ്ടല്ലോ. പകൽ മയക്കം പങ്കുവച്ച സ്വപ്നമാവാം, കണ്ടു കണ്ട മുഖമോർമ്മയിൽ വന്നതാവാം. ലാലല്ലല്ല ലാലല്ലാല ലാലല്ലല്ല. ഗാനമെന്ന സിനിമ ശാസ്ത്രീയ സംഗീതത്തെ അധിഷ്ഠിതമായിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കണം എന്നുള്ളത് എൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു. ഞാനൊരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ആരാധകനാണ്. 78 ഞാൻ അതിനെക്കുറിച്ച് ഒരു പരസ്യം ചെയ്തു. ദ ഫസ്റ്റ് പിക്ചർ ഫിലിം ബേസ്ഡ് ഓൺ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. ഈ പരസ്യം കൊടുത്തത് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോവേഴ്സിൻ്റെ ഒരു സോബനലായിരുന്നു. പക്ഷേ എൻ്റെ സിനിമ വരുന്നതിന് മുമ്പ് മറ്റൊരു വലിയ ശങ്കരാഭരണം വന്നു. എൻ്റെ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാനം സംഗീതമില്ലെങ്കിൽ ആ കഥയിലെ ഒരു മുഹൂർത്തവും ഇല്ല. അങ്ങനെ ആ കഥ എഴുതിയിരിക്കുന്നത്. സംഗീതമില്ലാതെ ആ കഥയില്ല. അപ്പോൾ അതിൽ എല്ലാം തന്നെ സ്വാതിക കൃതികളും ത്യാഗരാജ കൃതികളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്രിസുധാവര എന്നുള്ള കല്യാണി രാഗത്തിലുള്ള പാട്ട്, 10 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ട് സ്വാതിക കൃതിയാണ്. പിന്നെ എന്തൊരു മഹാനുഭവം ത്യാഗരാജ കൃതിയാണ്. അത് പഞ്ചരത്ന കൃതികളൊന്നാണ്. അത് ബാലകുമാരൻ. അപ്പോൾ ഇത് പാട്ടെടുക്കാൻ ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഏറ്റവും വലിയ സംഗീതജ്ഞൻ തന്നെ ആയിരിക്കണം ഇതിനകത്ത് ഗുരുവിൻ്റെ ശബ്ദം പാടുന്നത്. അത് ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ വേറെ ഒരാൾ എൻ്റെ മനസ്സിലായിരുന്നു. അപ്പോൾ ഗാനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിലെ പാട്ടുകൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് പാടാൻ കഴിയുന്നതായിരുന്നില്ല. അത് ശാസ്ത്രീയ സംഗീതമായിരുന്നു തികച്ചും. സ്വാമി അങ്ങനത്തെ അവസരം കിട്ടിയ പിന്നെ വിട്ടുവീഴ്ച ചെയ്യത്തുമില്ല. കരുണ ജീവാനന്ദ താമസം കൃഷ്ണ എന്നുള്ള ഇരയിമൻ തമ്പിയുടെ കൃതി ശരിക്കും അദ്ദേഹം ചെയ്തത് ഇരയിമൻ തമ്പി പാടിയ ശ്രീരാഗത്തിലാണ്. അത് പക്ഷേ ജനങ്ങൾക്കത് അറിഞ്ഞൂടാ. ജനങ്ങൾ കേട്ടിട്ടുള്ളത് ചെമ്പൈ വൈദ്യഭാഗവതരുടെ പിന്നെ യദുകുല കാമ്പൂജിയിലുള്ള കരുണജീവാനന്ദ താമസം കൃഷ്ണ. പക്ഷേ ഞാൻ പറഞ്ഞു അത് ശ്രീരാഗത്തിൽ തന്നെ ഇടണം, സാഹിബ് പറഞ്ഞു. കാരണം ഇരയിമൻ തമ്പി ഏത് രാഗത്തിൽ പാടിയോ ആ രാഗത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ശ്രീരാഗത്തിലാണ് പാടി. അപ്പോൾ ഈ പാട്ട് കേട്ട് ചില ആളുകൾ, നമ്മൾ പറഞ്ഞ ചില ആളുകൾ, അതെന്താ ട്യൂൺ മാറ്റിയത്, കരുണജീവാനന്ദ താമസം എന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ ഇതല്ലല്ലോ. നമ്മൾ നിങ്ങൾ പറയുന്നത് ഈ ചെമ്പൈ പാടിയ ട്യൂണാണ്, ഇത് ഞാൻ ഇരയിമൻ തമ്പിയുടെ ട്യൂണാണ്, ഞങ്ങൾ ശ്രീരാഗം. അത്
യദുവര കാമ്പോജി എന്ന് പറയുന്നത് അത് പിന്നെ ചെമ്പൈ നൽകിയ ട്യൂണാണ്, അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണ്. പാട്ട് വാണിയമ്മയാണ് ആലപിച്ചിരിക്കുന്നത്, സാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ലക്ഷ്മിയമ്മ ഒരു നല്ലോണം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു മാനറിസംസ്, ഇത്തിരി വയസ്സായ ആൾക്കാർ കച്ചേരിക്കൊക്കെ ഇരുന്ന് പാടുമ്പോൾ ഉള്ളൊരു മാനറിസംസ്, പിന്നെ കോസ്റ്റ്യൂമിലൊക്കെ ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ സാരിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് നെടുമുടി ചേട്ടൻ്റെ മൃദംഗം പെർഫോമൻസ്, അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ മെമ്മറിയിൽ അത്ര എന്താ പറയുക, അദ്ദേഹം ജീവിക്കുകയാണെന്ന് തോന്നുന്നത് സ്റ്റേജിൽ മൃദംഗം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്. വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂരം തന്നിൽ ശരണാഗതന്മാർക്കിഷ്ട വരദാനം